നമ്മൾ വണ്ടറിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി വരാണ്ടെന്ന് പറ. ഗൈസ് ഇപ്പൊ നമ്മൾ വണ്ടർലയിലാണ്. വേണമെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിവിടെ നിൽക്കുകയാണ്. കൗണ്ട് എടുക്കാണ് ഗൈസ്. നമ്മള് വെളുപ്പാരാവിലെ വന്ന ലോക്കർ ഒന്ന് ഓപ്പൺ പോലും ആയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങി ബസ്സിൽ പോയി. എന്നിട്ട് 8 മണിക്ക് ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം നമ്മൾ കേറുന്നതാണ്. അപ്പോഴും നമുക്ക് ലോക്കർ ഓപ്പൺ ആവത്തുള്ളൂ. 8 മണിക്കല്ലേ, ഇവിടെ 10:30 തുടങ്ങുന്നതെന്നാ പറയുന്നത്. 10:30 തുടങ്ങുന്നതെന്നാ പറയുന്നത് ഇവിടെ. അവൻ പറഞ്ഞു 10:30 ആണോ? ഗൈസ് നമ്മളൊരു ഫോട്ടോ എടുക്കാനായി പോവുകയാണ്. ഹായ് ഗൈസ്, നമ്മൾ വണ്ടർലയിൽ പോവുകയാണ്. ഇനി സമയമുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മള് വണ്ടർലയിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരും ഗൈസ്. വണ്ടർലയിൽ പോയിട്ട് എന്ത് ചെയ്യും? നമ്മൾ റൈഡിൽ കയറും, വെള്ളത്തിലിറങ്ങും, അടിച്ചു പൊളിക്കും ഇല്ലേ? നല്ല യെസ്, തകർക്കണം, പൊളിക്കും നമ്മൾ. നമ്മൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു ഇവിടെ. അയ്യോ, ഈ കറി എന്തായിരുന്നു? മറ്റേ ഗോളിയിലൂടെ സ്പൂണൊക്കെ തള്ളിയിട്ടിട്ട് എനിക്ക് വേണ്ടായിരുന്നു. എന്ത് മധുരമുള്ളതാണോ? ഇങ്ങോട്ട് വേണ്ട വേണ്ട. ഗൈസ് നമ്മൾ വീണ്ടും പോയി പൂരിയൊക്കെ എടുത്തു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്താണ് പറയാനുള്ളത് ഈ നിമിഷത്തിൽ? എന്താണ് നിമിഷത്തിൽ പറയാനുള്ളത് സാന്ദ്ര? വയറ് നിറഞ്ഞു. പറയാനുള്ളത് മനസ്സ് നിറഞ്ഞു. ഫുഡ് അടിപൊളിയായിരുന്നു. വണ്ടർലയിലെ ഫുഡ്. ഇനി എത്ര മണിക്ക് കയറണം? പറ പറ പറ. ഇൻവെർട്ടർ പറ പറ. ഗൈസ് നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മൾ 3 മണിക്ക് വന്ന നമ്മളാണ് രാവിലെ 3 മണിക്ക് അപ്പം തൊട്ട് ഇരിക്കാൻ തുടങ്ങി, ക്ഷണിക്കാൻ തുടങ്ങിയതാ. പിന്നെ 6 മണി വരെ എങ്ങനെയൊക്കെയോ സമയം വെളുപ്പിച്ച് ഡ്രസ്സൊക്കെ പോയി ചേഞ്ച് ചെയ്ത് പിന്നെ ഇങ്ങനെ ഇരിപ്പായി. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ആണ് ഈ ഒരു ഇരിപ്പാണ്. ടിക്കറ്റ് ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും 11 മണിയാവാതെ കയറ്റി വിടത്തില്ല. ഇപ്പം 10 മണി പോലും ആയില്ല. എന്തൊക്കെ അങ്ങനല്ലേ ഞങ്ങള് തമിഴ് ഭാരത്ത് പാട്ട് പാടും. അവര് നമ്മളെ കളിയാക്കുന്നതാണോ നമ്മളവരെ ഒന്നും മനസ്സിലാകത്തില്ല. അങ്ങേരെ എന്നിട്ട് ഏതാണെന്ന് ചോദിച്ചു. എന്നിട്ട് എന്റെ കയ്യിൽ ഫോൺ മാറ്റി അങ്ങനെ എന്നെ കുത്തിയിട്ടത്. എനിക്ക് മനസ്സിലായില്ല, ഞങ്ങൾ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാന്ന്. ഗൈസ് നമ്മൾ അങ്ങനെ കേറാൻ പോവുകയാണ്. കൊറേ നേരമായിട്ട് പറ്റിക്കുന്നു. വരുന്നു ഇവിടെ ക്യൂ ആയി ഗൈസ്. ഇവിടെ ബാഗ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ വെയിറ്റിംഗിലാണ്. ലോക്കറിൽ സാധനം വെക്കാനായിട്ടുള്ള വെയിറ്റിംഗിലാണ്. നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ലോക്കറിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് ഫുഡ് കോർട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ലൈം ജ്യൂസ് അല്ലേ, ലൈം ജ്യൂസ് കുടിക്കാനായിട്ട് ഫുഡ് കോർട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു.
ഗൈസ് നമ്മൾ റൈഡിൽ കയറാൻ പോവുകയാണ് ഗൈസ്. ഓടിയാലോ? ഓടണോ? ക്യൂ ആണോ? ഫോണൊക്കെ വെക്കാൻ പറ്റുമോ അവിടെ? അവര് മേടിച്ചു വെക്കും. ഓടാൻ വയ്യടേ. എവിടെ പോയി ആളുമാര്? ആളുമാര് അവിടുമാരൊക്കെ അവിടെ പോയി. ഓ ഇനി കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. 360 അവസാനം കയറാം. റോളർ കോസ്റ്റർ ആണോ? എന്തൊരു തിരിച്ച് അത് കറക്കത്തില്ലേ? തിരിച്ചിട്ട് കറക്കത്തില്ലേ? അതുമാതിരി ഇതിനകത്ത് കയറിയാ അവിടെ ഗൈസ്. അതിൽ കയറാൻ പോവുകയാണ് ഗൈസ്. മേലെ വരുന്നെന്ന് പറഞ്ഞു. ഛർദിക്കും വേണ്ട. അതിന് കയറാം. അതിനും കയറണം ഗൈസ്. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കുടിയൊക്കെ കെട്ടിട്ടുണ്ട്, തൂങ്ങി കിടക്കത്തില്ല. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നിനക്ക് എന്താണ് പറയാനുള്ളത്? സൂപ്പർ എക്സൈറ്റഡ് ഗായ്സ്. എനിക്ക് ഇത് കേൾക്കോളാൻ വയ്യ. എനിക്ക് എന്നാ വരുന്നില്ല. എനിക്ക് പേടിയാവുന്നേ ഗായ്സ്. എന്റെ കാര്യത്തിലാണ് ഇതും കേറാൻ നിൽക്കുന്നത്. ഞാൻ ഇന്നേ വരെ കയറിയിട്ടില്ല ഇങ്ങനെ കുത്തി പറയുന്ന സാധനത്തിലൊന്നും. എടുത്തിട്ട് മലത്തു ആയിട്ടല്ല. അയ്യോ പക്ഷേ അതിന് മറ്റേ അഡ്രിനാലിൻ റഷ് അങ്ങനത്തെ സംഭവം ഒന്നും വരത്തില്ല ഇതിന്. ഓ ഇന്നലെ ഉണ്ടായിരുന്നു. എടി ഇതിനില്ലടി ആ ഒരു അത്ര. അയ്യോ ഉണ്ട്. പക്ഷെ എന്നാലും അവര് വലുതായിട്ട് ഇതാക്കുന്നില്ല. അകത്തിരിക്കുന്നവരെ കാട്ടി വേറെ അവിടെ ഇവിടെ ഉള്ളവർക്ക് അവിടെ ഒന്നും മിണ്ടുന്ന പോലും ഇല്ല. എടാ ഇവരുണ്ടല്ലേ ഇവര് ഇവിടെ വെളിയിലുള്ള പൂവൊക്കെ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അതിനകത്തറിയുമുണ്ട പൂച്ച തോന്നുന്നു. ഗൈസ് മറ്റേ നമ്മള് കയറി. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ അവളുമാരെ ഫോൺ കൊടുത്തപ്പോ അവളുമാർക്ക് ക്യാമറ എടുക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞ് എന്ന് കളഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അടുത്ത നമ്മളെ റോളർ കോസ്റ്ററിൽ കയറാൻ വന്നിരിക്കുകയാണ്.
അടുത്ത നമ്മൾ ഇതിലാണ് ഗൈസ് കയറുന്നത്. ഇതിലാ കാല് പിള്ളുന്ന് ചുട്ട് വെളുത്തെടുക്കുക. അടുത്ത നമ്മൾ ഇതിലാണ് ഗൈസ് കയറാൻ പോകുന്നത്. ആക്ച്വലി ഫോൺ അലൗഡ് അല്ല വീഡിയോ എടുക്കാൻ. ഇതിന്റെ സ്പീഡ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നമ്മൾ. കേറുന്ന സാന്ദ്രേ കേറാം. നമുക്ക് ഇതൊക്കെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഇതൊക്കെ പ്രാന്താണ് ഗൈസ്. ഇതൊക്കെ എന്തിനു കണ്ടാലും കേറിക്കോളാം. എത്രയും എന്റെ കണ്ണിനാ 360 ഡിഗ്രി വരണേ. സത്യമായിട്ട് നല്ല രസമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അതിലും കേറിയിരിക്കുകയാണ്. നല്ലതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു ഗൈസ്. ഇതിൽ നമ്മള് കേറും ഗൈസ്. ദിവ്യ പൈറേറ്റ് ഷിപ്പ്. ഇതിലും കേറാം. ഇല്ല അതിലും കേറാം. പൈറേറ്റ് ഷിപ്പിന് ക്യൂ ആദ്യം കേറാം. പക്ഷെ അത് നല്ല സ്ലോ ആയിട്ടാ വരുന്ന, അല്ലേ സ്പീഡിൽ വരുന്നില്ല. അത് മണ്ടിന്ന് വന്നതാ. അതാണ്ട് മറ്റേ അത് തുടങ്ങി 360 ഡിഗ്രി. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇതൊക്കെയായിരുന്നു ഉച്ചക്കുള്ള ഫുഡ്. നൂഡിൽസും റൈസും സലാഡ്, പിന്നെ എന്തൊക്കെയോ ഒരു കറി, പിന്നെ ഡേറ്റിന്റെ അച്ചാറ്, ചിക്കൻ ഫ്രൈ, ഐസ്ക്രീം. അടുത്ത് നമ്മൾ എറണാകുളം സിറ്റി മൊത്തം കാണും. അടുത്ത് നമ്മൾ പൈററ്റ് ഷിപ്പിലാണ് ഗൈസ് കയറാൻ പോണത്. അടിപൊളിയല്ലേ? എന്താണെന്ന് കൈയിടാവോ? കടിക്കുവോ? കൈയിലൊന്ന് കൊത്തുന്നുണ്ട്. ചോയില് നമ്മളങ്ങനെ റൈഡിന്റെ പാർട്ടെല്ലാം ഒരുവിധം എല്ലാത്തിലും കേറി. ഇനി നമ്മൾ വെള്ളത്തിലോട്ട് പോകണം. ഇനി എനിക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാനും പറ്റും. ഗൈസ് ഇത് പാമ്പിനകത്ത് ബാ, അതിന്റെ ഫ്രണ്ടിൽ ഒന്ന് നോക്കാം ബാ. എന്റെ വയറ് കളയരുത്. എന്റെ തല
ചവിട്ടേക്ക് വിടുന്നത് ഓരോരുത്തരും അടങ്ങണേ ഓരോരുത്തരും പോണെ എല്ലാരും അയ്യേ അവിടെ എന്തുപോലെ കാണിക്കും എന്തൊരു പെണ്ണ് ചിരിച്ചോണ്ടിരിക്കുന്നു. ഇതിനകത്തുനിന്ന് നടക്കുമ്പോ തന്നെ ഭയങ്കര വേദനയാണ് കാല്. ഇനി അടുത്ത നമ്മൾ ഇതിലാണ് കയറാൻ പോകുന്നത്. അതേതാണ്? അവിടെ ഇവിടെ ആള് കുറവല്ലേ? നമുക്കിനി പോവാം. ഇവിടെ ആള് കുറവാ. നമ്മൾ ഇതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാനും സാന്ദ്രയും പെയർ ചെയ്താണ് പോകാൻ പോണത്. എന്താണ് സാന്ദ്ര ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നിന്നോട് എനിക്ക് വരണ്ട. അങ്ങനെയാണോ? വേണോ?
ഗൈസ് അങ്ങനെ നമ്മൾ ബീഫ് പൂളിൽ വന്നു. അവിടെ പോയി ഇന്ത്യ പിന്നെ അവനോ പക്ഷെ ഭയങ്കര ചൂട് വേണം വെള്ളത്തിന്റെ. ചൂട് വെള്ളമാണ് ഗൈസ്, അതുകൊണ്ട് രസമില്ല. ദൈവത്തിന് തുടങ്ങുന്ന സാധനം ആരുണ്ടാ വലിയ ആരും ഇല്ല. അപ്പോഴോ ഇതുണ്ടാ അങ്ങോട്ടുണ്ട്. വേണ്ട അവിടെ ആരുണ്ടാ. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടർലയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മള് റൈഡിലേക്ക് കയറിയ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് ഇത്തിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും മെമ്മറീസ് ഇതാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചു. ഇനി നമ്മൾ ബസ്സിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഡിന്നറുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വണ്ടി കയറി നിന്നിട്ട് വീട്ടിൽ പോകാൻ തോന്നില്ല. ഇന്നലെ വീട്ടിൽ പൊയ്ക്കോളാൻ വയ്യായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് പോയിട്ട് കാണാം. ഇല്ല എന്തായിരുന്നു ഞാൻ അഭിനയിച്ച കുളമൊക്കെ ഒരു ഇതുണ്ടല്ലോ ഇവളിങ്ങനെ അതില്ലേ അത് 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 ആ പാട്ടിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ ഓർമ്മ വന്നത് ആ പാട്ടിട്ടാ ആ പാട്ടിട്ടായിരുന്നു. ഓ ഞാനും കേട്ടതും കണ്ടതും പോലും ഇല്ലേ. ഇതെന്തോടെ നല്ലതാണ് ഗൈസ്.
ഗൈസ് രാത്രിത്തെ ഫുഡ് അടിപൊളിയാണ്. അല്ല ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ എന്നെ നോക്കുന്നുണ്ടോ? ഇത്രയും നേരമായിട്ട് ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല, പാക്കേജിനെ കുറിച്ച് പറഞ്ഞില്ല. അടിപൊളി പാക്കേജ്. ഇങ്ങോട്ടാണോ ക്യാമറ ഇരിക്കുന്നത്? നിങ്ങളുടെ അടുത്തോട്ട് ഇരിക്കുന്ന അത് കട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ പറഞ്ഞോ. അടിപൊളി പാക്കേജ്, സൂപ്പർ ആയിരുന്നു പാക്കേജ്. വൈബ് പാക്കേജ് ആണ്. പാക്കേജിന്റെ പേര് ബ്ലൂ മൂൺ പാക്കേജ്, കൊല്ലംകാരുടെയാണ്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡിലേയോ ഒന്നും പറയേണ്ടി വന്നില്ല. അവര് അറിഞ്ഞെല്ലാം ഇങ്ങോട്ട് ചെയ്തു തരും. അടിപൊളി പാക്കേജ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾക്ക് അപ്പൊ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും വന്നു ചോദിക്കും. ഒരാളടിച്ച് കോമഡി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഏകദിന വാങ്ങുകയും. ആദ്യം ബിഗ് ഫാൻ. സോറി ബിസി ബിഗ് എന്റെ ബിഗ് ഫാൻ ആണ്. ബിഗ് ഫാൻ എന്താണ്? ഒന്നുമില്ല. ബിഗ് ഫാൻ. ഓക്കെ. ബിഗ് ഫാൻ ഇതാണോ? മനസ്സിലാക്കി മറ്റുള്ളവര് മന്ദോത്തി. ബ്യൂട്ടി ഇത് ആണോ? ഇത് ഗൈസ് നമ്മളിപ്പോ നീണ്ടകരയെത്തി. ഉടനെ തന്നെ കോളേജിൽ ഇപ്പൊ എത്തും. വീട്ടുകാരുടെ അടുത്തെല്ലാം വിളിച്ച് പറഞ്ഞു വന്ന് വിളിക്കാൻ വരാൻ. എല്ലാരും അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇത്രയും വാങ്ങിച്ച ഇത് ഇത്രയും നമ്മള് മേടിച്ച സാധനങ്ങളാണ്. ഇപ്പൊ സാധനങ്ങൾ പറക്കൊണ്ടിരിക്കുക. ഗൈസ് അങ്ങനെ നമ്മൾ കോളേജ് എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ടൂർ എക്സ്പീരിയൻസ്? അപ്പോൾ ഗൈസ് നമ്മുടെ കോളേജ് ടൂർ വ്ളോഗ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.